ഇതാണ് മോട്ടോ എഡ്ജ് 50 നിയോ എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോൺ. കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്തതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 20,999 രൂപയ്ക്ക്. ഇത് അൺബോക്സ് ചെയ്തത് അവരുടെ ഡെലിവറി ഏജൻറ്റ് തന്നെ ചെയ്തു. ഇപ്പം അങ്ങനെയാണ് റൂള്. ഈ പ്രൈസ് റേഞ്ചിൽ എങ്ങനെയാണ് ഇവർ ഇത്രയും ഫീച്ചേഴ്സ് കുത്തി നിറച്ചതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. 1.5Kയുടെ OLED ഡിസ്പ്ലേ, അതല്ല പ്രത്യേകത, അത് എല്ലാത്തിലും ഉണ്ടല്ലോ. ഇതിൽ LTPO ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. LTPO എന്ന് വെച്ചാൽ 1 Hz മുതൽ 120 Hz വരെ റിഫ്രഷ് ആവും. അത് അടിപൊളിയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഇതൊക്കെ ഒരുപാട് ഫീച്ചേഴ്സാണ്. അതൊന്നും നമുക്ക് ഇപ്പോൾ പ്രത്യേകം പറയുന്നില്ല. ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി നല്ല അടിപൊളി സ്പീക്കർ ക്വാളിറ്റിയാണ്. മറ്റേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യാമറയാണ്. ക്യാമറയിൽ 4 ക്യാമറ യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറ കൊടുത്തിരിക്കുന്നു. ഒന്ന് 50 MB മെയിൻ ക്യാമറ, പിന്നെ വന്നിട്ട് 13 MP അൾട്രാ വൈഡ് ക്യാമറ. ആ ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് ഉണ്ട്. സോ അത് വെച്ച് മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും, വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് സ്പെഷ്യൽ ക്യാമറയാണ്, ടെലിഫോട്ടോ ക്യാമറ, 3x ഒപ്റ്റിക്കൽ സൂം. ഈ പ്രൈസ് റേഞ്ചിലാണ് ഒപ്റ്റിക്കൽ സൂം കൊടുത്തിരിക്കുന്നത്, ടെലിഫോട്ടോ ക്യാമറ. പിന്നെ ഉള്ളത് 32 MP സെൽഫി ക്യാമറ. ഈ 4 ക്യാമറ വെച്ചിട്ട് നമുക്ക് 4Kയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ അൾട്രാ വൈഡ് വെച്ചിട്ട് മാക്രോയിലും 4Kയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും, ടൈം ലാപ്സിലും 4Kയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 50 MP മെയിൻ ക്യാമറയും അതുപോലെ ടെലിഫോട്ടോ ക്യാമറയിലും OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ റേഞ്ചിൽ. ഇനിയുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ IP68 റേറ്റിംഗ്. അത് ചെറിയ കാര്യമല്ല. അതായത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വെള്ളം കയറില്ല, IP68. പിന്നെ വയർലെസ് ചാർജിങ്, പിന്നെ ഒരു മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കുറച്ചും കൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫോണാണെന്നാണ്. നമുക്ക് കുറച്ച് സേഫാണ് ഈ ഫോൺ. ഇനി ഒരു കിടിലൻ ഫീച്ചറാണ്, ഇതിനകത്ത് 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കൊടുക്കുന്നത്. സെക്യൂരിറ്റി അപ്ഡേറ്റ് അല്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഈ പ്രൈസ് റേഞ്ചിൽ ഏതെങ്കിലും ഒരു കമ്പനി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാംസങ്ങിൻ്റെ ഏതോ ഒരു സീരീസിൽ മാത്രം 6 വർഷത്തെ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഫോണിൽ ഒരു ഫീച്ചറും ഇല്ല. ആ ഫോൺ അട്ടർ ഫെയിലിയറാണ്. പിന്നെ പ്രോസസ്സർ അതുപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7300 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അത്യാവശ്യം നല്ലൊരു മിഡ് റേഞ്ച് ചിപ്സെറ്റാണ് ഇതിനകത്തുള്ളത്. അതായത് നമുക്ക് നല്ലപോലെ ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ ഡേ ടു ഡേ യൂസേജിനൊന്നും ഒരു പ്രശ്നമില്ല, ഒരു ലാഗ് അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. മോട്ടോറോളയുടെ സോഫ്റ്റ്വെയർ അടിപൊളിയാണ്. പിന്നെ ഒരു പ്രോ ഗെയിമർക്ക് മാത്രം, ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ കളിക്കുന്നവർക്ക് മാത്രം ഈ ചിപ്സെറ്റ് റെക്കമെൻഡബിൾ അല്ല. ബാക്കി ഒരു പ്രോ യൂസർക്ക് അടിപൊളിയാണ്. പിന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ 4300 mAh ബാറ്ററി ഉള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോമ്പാക്റ്റ് ഫോണാണ്, കുറച്ച് ചെറുതാണ്. 6.4 ഇഞ്ചാണ്. ചെറുതല്ല, ഒരു സ്വീറ്റ് സ്പോട്ടാണെന്ന് പറയാം. 6.4 ഇഞ്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിപ്പമുണ്ട്. സോ അതുകൊണ്ട് 4300 mAh ബാറ്ററി ഉള്ളൂ. സോ ബാറ്ററി നിൽക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വളരെ നന്നായിട്ട് ബാറ്ററി നിൽക്കുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായില്ല, ഇതെങ്ങനെ ഒരു ഇത്രയും ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്തെന്നുള്ള കാര്യം. ഒരു 5000 mAh ഫോൺ നമ്മൾ യൂസ് ചെയ്യില്ലേ, അതിൽ എങ്ങനെ ബാറ്ററി നിൽക്കുന്നോ അതേപോലെ തന്നെ ബാറ്ററി നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, ചാർജർ ബോക്സിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ പോരെ? നിങ്ങൾ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപ റേഞ്ചിൽ ഇതിൽ നല്ലൊരു ഫോൺ ഉണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പിന്നെ ഈ ഫോട്ടോസ്, വീഡിയോസ്, സാമ്പിൾസൊക്കെ ഞാൻ നോക്കി, അത്യാവശ്യം നല്ലതാണ്. ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ച് അവർക്ക് എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ സോഷ്യൽ മീഡിയയ്ക്ക് ഇടാൻ പറ്റും. കാരണം നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള എല്ലാം സെറ്റായിട്ടുള്ള ഫോട്ടോസാണ്. അത്രയും നല്ല പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട് ഇത്. കൊള്ളാം, നല്ല ഫോണാണ്. ഇതിപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ്, ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ അതുപോലെ പെർഫോമൻസ് ഒന്നും ഇതിൽ കിട്ടില്ല. അത് നോക്കരുത്. ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ കൊടുക്കണം. ഇത് 5 എണ്ണം വാങ്ങാം, 1 ലക്ഷം രൂപ കൊടുക്കണം. 5 എണ്ണം. ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു യൂസർക്ക് ഒരു കിടിലൻ ഡീലാണിത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഇത് എൻ്റെ ബ്രദറിന് വേണ്ടി വാങ്ങിയതാണ്. കിടിലൻ ഫോണാണ്. ഇതിൻ്റെ ബോക്സിൽ നല്ലൊരു ഫ്രേഗ്രൻസിൻ്റെ മണമുണ്ട്, ഫോണിലുണ്ടത്. മോട്ടറോളയിൽ അങ്ങനെ അൺബോക്സ് ചെയ്യുമ്പോൾ കുറേ പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മണം, ആഹാ, സൂപ്പറായിട്ട്. പിന്നെ 8GB 256GB ഒറ്റ വേരിയൻ്റ് ആണുള്ളത്. പോരെ, 8GB റാം, 256GB സ്റ്റോറേജ്. സൂപ്പർ. ഇതാണ് മോട്ടറോള എഡ്ജ് 50 നിയോ എന്ന് പറഞ്ഞ ഫോണിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ട് 4K 30 FPS ഷൂട്ട് ചെയ്യുന്നത്. നല്ല സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. ഞാൻ ഔട്ട്ഡോറൊക്കെ പോയി ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. കുറച്ച് ഷാർപ്പനിങ് ഉണ്ട് വീഡിയോയിൽ. ഷാർപ്പനിങ് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഓക്കെയാണ്, നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഷാർപ്പൻ ചെയ്യാണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നല്ലതാണ്.